ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ചിയ സീഡ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചിയ സീഡ്സ് വാങ്ങാറുണ്ട്, ഉപയോഗിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ പിന്നെ സാലഡ് ഉണ്ടാക്കും അല്ലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഇച്ചിരി ഇട്ട് കൊടുക്കണമൊക്കെ ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്, പല വീടുകളിലും ഉള്ളതായിട്ടറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നോ, ഇത് ചില രോഗങ്ങൾക്ക് ഇത് പിന്നെ കഴിക്കാൻ പാടില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. അത് പിന്നെ ചിയ സീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്താ, ധാരാളം വൈറ്റമിൻസും മിനറൽസും, എടുത്തു പറയാനുണ്ടെങ്കിൽ കാൽസ്യം ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട്, ഫൈബറുണ്ട്, അങ്ങനെ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തുടങ്ങി മാഗ്നീഷ്യം, ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിനകത്തുണ്ട്. അത് ധരിച്ചാണ് നമ്മളിതെല്ലാത്തിലൊക്കെ ഒരു ഇച്ചിരി പൊടി വിതറി കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കണേ അല്ലേ. പക്ഷേ ഇങ്ങനെ കോമൺ ആയിട്ട് ഇത് എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഹാർട്ട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഈ ആസ്പിരിൻ പോലെയുള്ള ബ്ലഡ് തിന്നാവാനുള്ള പിന്നെ മെഡിക്കേഷൻ എടുക്കുന്നവർക്ക് ഒരു കാരണവശാലും ചിയ സീഡ്സ് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നോ പറയുന്നത്, ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു നാച്ചുറൽ ബ്ലഡ് തിന്നിങ് ഏജൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ചിയ സീഡ്സ് കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ മെഡിസിൻ എടുക്കുകയും ചെയ്യുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ പിന്നെ ശരീരത്തിന്, നമ്മുടെ ഈ രോഗത്തിന് അത് ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹാർട്ട് പേഷ്യൻസ്, ഇങ്ങനെയുള്ള മെഡിക്കേഷൻ എടുക്കുന്നവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ചിയ സീഡ്സ് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതാണ് ഒരു വിഭാഗം ആൾക്കാർ. പിന്നെ രണ്ടാമത്തെ വിഭാഗം ആരാന്നോ, ഈ കിഡ്നി സംബന്ധിച്ച് പ്രശ്നങ്ങളായിട്ടുള്ളവർക്കും ഒരു കാരണവശാലും ചിയ സീഡ്സ് കഴിക്കാൻ പാടില്ല കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ് കിഡ്നി പേഷ്യൻസിന്. അതുകൊണ്ട് അവരും ഈ ഒരു ചിയ സീഡ്സ് നമ്മൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ രണ്ട് വിഭാഗമായി. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും വയറിന് പ്രശ്നമാണ്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അതുപോലെ ഗ്യാസ് ഫോം ചെയ്യും, അങ്ങനെ പിന്നെ എന്താ പറയണേ, എപ്പോഴും വയറിനൊരു അസ്വസ്ഥത, അതങ്ങനെയുള്ളൊരു വിഭാഗം ആൾക്കാർ ഉണ്ട്. അവർക്കും നമ്മൾ ഈ IBS പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു കാരണവശാലും ചിയ സീഡ്സ് അവരും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം 3 തരത്തിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു, രോഗികളുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്തൊരു കൂട്ടരാരാന്നോ, ലോ BP ഉള്ളവർ കേട്ടോ. ഈ ഹൈ BP ഉള്ളവർക്ക് ഇത് കഴിക്കാം, പക്ഷേങ്കിൽ ലോ BP ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ല ചിയ സീഡ്സ്. അതാണ് നമ്മുടെ പിന്നെ പഠനങ്ങൾ പറയുന്നത്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ഈ സീഡ്സിന് അലർജി ഉണ്ട്. അതായത് നമ്മുടെ എള്ള് അടക്കം കഴിച്ചാൽ, ഫ്ലാക്സ് സീഡ് അങ്ങനെയുള്ള സീഡുകൾ കഴിച്ചാൽ ചിലവരെ സംബന്ധിച്ച് അലർജി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരും നിങ്ങളിത് ടെസ്റ്റ് ചെയ്തിട്ടേ കഴിക്കാവൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പിന്നെ എള്ള് കഴിച്ചു, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് കഴിച്ചു, അതല്ലെങ്കിൽ ചിലർക്ക് കടുക് അലർജി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലർജി ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചെടുത്ത് അത് ടെസ്റ്റ് ചെയ്തിട്ടേ കഴിക്കാവൂ. സീഡ് അലർജി ഉള്ളവർ ഒരു കാരണവശാലും ഇത് കഴിക്കരുത്. ഓക്കെ, പിന്നെ ബ്ലഡ് ഷുഗർ ഉള്ളവരെ സംബന്ധിച്ചും ഇത് നമ്മളൊരു ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞിട്ടേ ഇത് കഴിക്കാവൂ കേട്ടോ. അവർക്കും അത് ചിലവർക്ക് അത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സാധാരണ കാണുന്ന ഏതെങ്കിലും ഫിസിഷ്യൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ കഴിക്കാവൂ. ഇതാണ്, ഇത്രയും ആൾക്കാർക്കാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത് കേട്ടോ. ഇനി കഴിക്കേണ്ടത് എങ്ങനെയാണെന്നോ, കഴിക്കാനിപ്പം നമ്മൾ ഡ്രൈ ആയിട്ടൊന്നും ഇത് കഴിക്കരുത് കേട്ടോ. ഇതിൻ്റെ കാരണം എന്താണെന്നോ, ഇതിപ്പോൾ നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ട്, ഒരു സ്പൂൺ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൽ തന്നെ ഇതൊരു 10-12 മടങ്ങ് വലുതാവും, എക്സ്പാൻഡ് ചെയ്യും ഈ സീഡ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം നമ്മളിത് വെറുതെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിതറിയൊക്കെ കഴിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യും. അത് നമുക്ക് ശ്വാസം മുട്ടുന്നതിനും, അതുപോലെ തൊണ്ടയ്ക്കിരിക്കണ പോലെ, നമ്മൾ പറയില്ലേ നെഞ്ചിൻ്റെ അകത്തിരിക്കണ പോലെ തോന്നണ് കഴിച്ചിട്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരും.
അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഡ്രൈ ആയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ഒരു 15 മിനിറ്റ് നേരം കുതിർത്തതിന് ശേഷമേ ഇത് കഴിക്കാവൂ. അതാണ് അടുത്തത് നിങ്ങൾ ഈ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. പിന്നെ ഇത് അധികം കഴിക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ എന്ന് പറയുകയാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 സ്പൂൺ മതി. 1 സ്പൂൺ തന്നെ നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, അതങ്ങോട്ട് പൊങ്ങി 15 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങോട്ട് പൊങ്ങി ഒരു 2-3 സ്പൂണിനുള്ള സാധനം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ കഴിച്ചാൽ മതി ഒരു ദിവസം. അതും നമ്മൾ രാവിലെ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഒരേ 1 സ്പൂൺ നമുക്കൊരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. നമ്മളിത് കഴിക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് ഏറ്റവും സുഖം നമുക്ക് കഞ്ഞി രാവിലെ ഇപ്പം എന്തെങ്കിലും കഞ്ഞി കുടിക്കുക, അതല്ലെങ്കിൽ ഓട്സ് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അതിനകത്തിട്ട് ഇങ്ങനെ നമ്മൾ കുതിർത്ത് ഇട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇപ്പോൾ നമുക്ക് രാവിലെ പ്രഭാത ഭക്ഷണത്തോടു കൂടി കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ സമയമുണ്ടല്ലോ, ഒരു 11 മണിക്ക് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുമോ, എന്തെങ്കിലും ജ്യൂസൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ അതിലും നമുക്കിത് കുതിർത്തത് ഇട്ട് കഴിക്കാം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ രാത്രിയൊന്നും ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചിയ സീഡ്സ് നമുക്ക് ഏറ്റവും നല്ല ഒരു വിത്താണ്. പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ള രോഗികൾ ഇത് അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ചിയ സീഡ്സ് കഴിക്കേണ്ടവരും ആരാണ്, കഴിക്കേണ്ടാത്തവർ ആരാന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ ചിയ സീഡ്സ് നമ്മുടെ സൗന്ദര്യത്തിന് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതിന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. പിന്നെ ഒരു വിഷയമുണ്ട് കേട്ടോ, എന്നെ എവിടെ വെച്ച് ആര് കണ്ടാലും പറയുന്ന ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ലേ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ എങ്ങനെ ആയാലും എങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരെണ്ണെങ്കിലും ഞാൻ ഇടും. 2 എൻ്റെ കണക്ക്, പക്ഷേ ഒരെണ്ണെങ്കിലും ഞാൻ കണിശമായിട്ട് ഇടാറുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നോ, നിങ്ങളത് ലൈക്ക് ചെയ്യണം. നിങ്ങളിങ്ങനെ കുറേ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ട് വെറുതെ പോയാൽ നിങ്ങൾ ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും നിങ്ങൾ ലൈക്കും കൂടെ ചെയ്താലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കിട്ടുള്ളൂ, നമ്മുടെ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസും പിന്നെ അതുപോലെ ഞാൻ ആഴ്ചയിൽ 1-2 ഷോർട്ടും ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതുപോലെ നിങ്ങളുടെ അമ്മമാരും അങ്ങനെയുള്ളവർക്ക്, ഇങ്ങനെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ചിയ സീഡ്സ് കഴിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.